40 കിലോമീറ്ററിന് ഊബർ തന്നിരിക്കുന്ന എമൗണ്ട് 230 രൂപയാണ്. 232 രൂപ. 200 രൂപ വേണമെന്ന് പറഞ്ഞ് അത് അവന്മാർ മാന്യമായിട്ടൊന്നുമല്ല, നമ്മളെ തല്ലാൻ വരുന്ന രീതിക്കാണ് അവന്മാർ വരുന്നത്. 200 രൂപ നിങ്ങൾക്ക് അറിയാൻ മേലെ അതാണ് ഇതാണ് എന്ന് വെച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിലാണുള്ളത്. സമയം ഇപ്പോൾ 11:30 ആയിട്ടുണ്ട്. നമ്മളിന്ന് 8:30 ആയപ്പോൾ ഇറങ്ങിയതാണ്, നേരത്തെ ഇറങ്ങി. അപ്പോൾ ഇന്നലെ നമ്മൾ നേരത്തെ കയറിയായിരുന്നല്ലോ, അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് നേരത്തെ ഇറങ്ങി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമ്മൾ 4 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് എയർപോർട്ടിലായിരുന്നു ഡ്രോപ്പ്. എയർപോർട്ടിൽ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ പിന്നെയും തിരിച്ച് നമുക്ക് എയർപോർട്ടിൽ നിന്നൊരു പിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ 4 ട്രിപ്പ് 1300 രൂപയാണ് ഇപ്പോൾ ഓടിയിരിക്കുന്നത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ അടിച്ചേക്കുന്നത് നോൺ AC ക്യൂ ആണ് അടിച്ചേക്കുന്നത്. ഞാനത് ക്യാൻസൽ ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് നടക്കുന്നില്ല. അപ്പോൾ AC കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാശ് കിട്ടും. നോൺ ACക്ക് ഒരു 9 രൂപ 10 രൂപയൊക്കെ കിട്ടത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും അത് ഞാൻ ഓഫ്ലൈൻ ആക്കി ഓൺലൈൻ ആക്കി നോക്കിയിട്ടൊന്നും അത് പോകുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും നമ്മളൊന്ന് പോയി നോക്കാം, അവിടം വരെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്ന് തിരക്ക് 37 ഫ്ലൈറ്റ് കാണിക്കുന്നുണ്ട്, ഒരുപാട് ഫ്ലൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചു കേട്ടോ. അവിടെ കൊണ്ട് ഇറക്കി അപ്പം തന്നെ അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കഴിക്കാനൊക്കെ വന്നതാണ്. അപ്പോൾ പോയിട്ട് കാണാം എത്ര രൂപ കിട്ടണമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതുവരെ 4 ട്രിപ്പിന് 1300 രൂപയാണ് നമ്മൾ ഓടിയിരിക്കുന്നത്. അപ്പോൾ പോയി പിക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോരമംഗലമായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഡ്രോപ്പ് വന്നത് കോരമംഗലക്കായിരുന്നു. അപ്പോൾ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ തന്നെ കലിച്ചു വരുന്നത്. കാരണം എയർപോർട്ടിൽ നമ്മൾ ഇപ്പോൾ സമയം 1:30 നമ്മൾ 12 മണി ആയപ്പോഴാണ്, 12 അതിന് മുമ്പ് എടുത്തതാണ്. 12 മണി ആയപ്പോൾ ട്രിപ്പ് എടുത്തു. ഇവിടെ എത്താൻ നമുക്ക് 1.5 മണിക്കൂർ എടുത്തു. 40 കിലോമീറ്റർ ഉണ്ട്. ഈ 40 കിലോമീറ്ററിന് ഊബർ തന്നിരിക്കുന്ന എമൗണ്ട് 230 രൂപയാണ്. 232 രൂപ. അതായത് കിലോമീറ്ററിന് 5 രൂപ പോലും കഷ്ടി. എന്നാലോചിച്ച് നോക്കിയേ. ഇങ്ങനത്തെ ട്രിപ്പൊക്കെ തരുന്ന ഊബറിന് നമ്മൾ എന്ത് പറയണം? അത് പോരാഞ്ഞിട്ട് വേറൊരു വിഷയം കൂടെ ഉണ്ടായി. വരുന്ന വഴിക്ക് എയർപോർട്ട് ടോളിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടുത്തെ ടോള് വർക്കാവുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പം 165 രൂപ നമ്മുടെ ടോളിലുണ്ടായിരുന്നു. അപ്പോൾ 120 രൂപയാണ് ടോള് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ടോള് കൊടുത്ത് പോയി. ഇപ്പോൾ വന്നപ്പോൾ പിന്നെ ബാക്കി 145 രൂപ ഉണ്ടായിരുന്നു. ഞാൻ 100 രൂപയും കൂടെ ആഡ് ചെയ്ത് 145 രൂപ ഉണ്ട്. നമ്മൾ ഇത്രയും ബ്ലോക്കിൽ കടന്ന് ടോളിൽ വന്ന് കയറിയപ്പം അവർ നമ്മുടെ അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റ് കാണിക്കുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനും പറയുവാണ് 200 രൂപയെങ്കിലും മിനിമം വേണമെന്ന്. 60 രൂപയുടെ ടോള് എടുക്കാനായിട്ട്, അതായത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ 120 കൊടുത്ത് റിട്ടേൺ വരുമ്പോൾ 60 രൂപയേ ഉള്ളൂ. ആ 60 രൂപയുടെ ടോൾ എടുക്കണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ 200 രൂപ കാണുന്നു. നമ്മുടെ വീഡിയോ കട്ടായിപ്പോയി. അപ്പം 200 രൂപ വേണമെന്ന് പറഞ്ഞ് അത് അവന്മാർ മാന്യമായിട്ടൊന്നുമല്ല, നമ്മളെ തല്ലാൻ വരുന്ന രീതിക്കാണ് അവന്മാർ വരുന്നത്. 200 രൂപ നിങ്ങൾക്ക് അറിയാൻ മേലെ അതാണ് ഇതാണ് എന്ന് വെച്ചിട്ട്. നമ്മൾ സാധാരണ ഏറ്റവും കാമായിട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെ ദേഷ്യമൊന്നും വരാത്ത, തീരെ വരാത്തതാണ്. ഇതിപ്പോൾ എനിക്കും ദേഷ്യം വന്ന് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായി, വിഷയമായി. അങ്ങനെ അവിടെ സമയം പോയി. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേനും ഊബർ നമുക്ക് ഇതുപോലെ 8ന്റെ അപരാധിച്ച പണി തന്നേക്കുന്നത്. ഉള്ള മൂഡ് മൊത്തം പോയി. ഇപ്പോൾ എങ്ങനെ ഓടുമെന്നുള്ള ഇതിലാണ്. ഇപ്പം ഒരു കസ്റ്റമർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ ഇന്നെടുക്കുന്നത് കണക്കായിരിക്കും, നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാനിന്ന് പരിപാടി നിർത്തുവാണ്. മടുത്തു. ഒരുമാതിരി മറ്റിടത്തെ പരിപാടിയായിപ്പോയി. 40 കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് കിട്ടിയത് 230 രൂപ. 5 രൂപ
കിലോമീറ്ററിന് 5 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇമാരുടെ ഡ്രൈവർമാർക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നതെന്ന്. ഞാൻ കസ്റ്റമർക്കാരെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും അവർ പറയുവാണ്, സാർ നിങ്ങളുടെ എമൗണ്ട് കറക്റ്റായിട്ട് തന്നെ ആഡായേക്കുന്നത്. ഇപ്പം ഊബറിൻ്റെ എമൗണ്ട് അങ്ങനെയാണ്, നോൺ AC ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ എമൗണ്ട് കുറവാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞിപ്പം നിങ്ങളോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, എന്നാലും വിളിച്ച് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല, അത് അവരുടെ സിസ്റ്റം അങ്ങനെയാണ്, നോൺ AC ട്രിപ്പിന് എമൗണ്ട് ഇല്ല. അപ്പം എയർപോർട്ടിൽ പോയിട്ട് നോൺ AC ട്രിപ്പ് എടുക്കാൻ നിൽക്കരുത്, ദയവ് ചെയ്ത് എയർപോർട്ടിൽ പോയി നോൺ AC ട്രിപ്പ് എടുക്കാൻ നിൽക്കരുത്. അട്ടർ മൂഞ്ചൽ എന്ന് പറഞ്ഞാൽ അട്ടർ മൂഞ്ചലാണ്. വെറുതെ ഈ 40 കിലോമീറ്റർ നമ്മൾ CNGയും പെട്രോളും കത്തിക്കാൻ വേണ്ടി ഓടിയിട്ട് എന്താ കാര്യം ഇരിക്കുന്ന? കസ്റ്റമറിനെ കൊണ്ടിട്ട് നമ്മൾ പുണ്യത്തിന് വേണ്ടി ഓടുന്നൊന്നും അല്ലല്ലോ. അത് കഴിഞ്ഞ് ഇപ്പം വേറൊരു ട്രിപ്പ് വന്നു, അതൊരു 17 കിലോമീറ്റർ ഉണ്ട്. ആ 17 കിലോമീറ്ററിന് അവന്മാർ വന്നത് 240 രൂപയാണ്. അതിനും 1 hour എടുത്തു. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, രാവിലെ 8 മണിക്ക് ഇറങ്ങിയതാണ്. 8 മണിക്ക് ഇറങ്ങി 11 മണിയായപ്പോൾ 1300 രൂപയ്ക്ക് ഓടിയതാണ്. 1300 രൂപയ്ക്ക് ഓടി. ഇപ്പോൾ സമയം 3 മണിയായി. 12, 1, 2, 3 4 മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടിയത് വെറും 400 രൂപയാണ് കിട്ടിയത്. ഇപ്പം 1700 രൂപയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പം ടോട്ടല്. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എന്ത് ചെയ്യാനാണ്? മയില് പരിപാടി വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് കഴിവതും ട്രിപ്പ് എടുക്കാതിരിക്കുക. എയർപോർട്ടിൽ നിൽക്കുന്നവരവിടെ നിൽക്കട്ടെ, അവന്മാർ കാശ് കൂട്ടി തരുമ്പോഴത്തേനും. ഈ ഫ്ലൈറ്റിൽ കയറി വരുന്നവരൊക്കെ കാശ് തരാൻ റെഡിയാണ്. കസ്റ്റമർ 627 രൂപ 628 രൂപ കസ്റ്റമർ തന്നു. കസ്റ്റമർ പേയ്മെൻറ്റ് തരും. കസ്റ്റമേഴ്സ് ഇപ്പം അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർ കറക്റ്റ് പേയ്മെൻറ്റൊക്കെയാണ് തരുന്നത്. 15 രൂപ വെച്ച് അവർ തരുന്നുണ്ട്. അവന്മാർ നമുക്ക് 5 രൂപ വെച്ചാണ്, അതിനകത്ത് 10 രൂപ അവന്മാർ ഊറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പോട്ടെ, അറ്റ്ലീസ്റ്റ് 10 രൂപ വെച്ചെങ്കിലും തരാമല്ലോ. എയർപോർട്ടിൽ വന്നിട്ട് എടുത്തിട്ട് പോകുന്നതാണെന്ന് കരുതി 10 രൂപ വെച്ചെങ്കിലും കൊടുക്കാമല്ലോ. ആ 10 രൂപ വെച്ചെങ്കിലും കൊടുക്കണ്ടേ? അതുപോലും കൊടുക്കുന്നില്ല. കസ്റ്റമേഴ്സൊക്കെ, ഇവിടുത്തെ മിക്ക കസ്റ്റമേഴ്സും പേ ചെയ്യാൻ റെഡിയാണ്. അവർക്ക് ലോ പ്രൈസ് കിട്ടുന്നത് കൊണ്ട്, നമ്മുടെ പിന്നെ ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ചീപ്പായിട്ട് എവിടെ കിട്ടുന്നോ അങ്ങോട്ട് പോകും. ആ ചീപ്പായിട്ടല്ല, ഫെയറായിട്ട് ഒരു കസ്റ്റമറിനും ഡ്രൈവർക്കും റെസ്പെക്റ്റ് കൊടുത്തിട്ടുള്ളൊരു ഫെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇതിപ്പം ചുമ്മാ. ശരി, ഞാനേതായാലും വീഡിയോ നിർത്തുവാണ്. നോക്കട്ടെ, ചിലപ്പോൾ വൈകുന്നേരം നമ്മളിപ്പോൾ ഓടിയല്ലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? വൈകുന്നേരം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇറങ്ങും. റേറ്റ് ഒന്ന് ഉണ്ടോ എന്ന് എല്ലാവരും ഒന്ന് വിളിച്ച് ചോദിക്കണം. വിളിച്ച് ചോദിച്ചിട്ട് വേണം ഇനിയിപ്പോൾ ഇറങ്ങാനായിട്ട്. ഉള്ള മൂഡ് മൊത്തം പോയി.